എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫൈനൽ അലോട്ട്മെൻറ്റിൻ്റെ ഫേസ് 4 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവേശന സാധ്യത മനസ്സിലാക്കി ഓഗസ്റ്റ് 31 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ പ്രവേശനം എടുക്കേണ്ടതാണ്, അതായത് അഡ്മിഷൻ നേടേണ്ടതാണ്. ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളിലെ പ്രവേശനം ഓഗസ്റ്റ് 31 പൂർത്തീകരിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇവിടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഫൈനൽ റാങ്ക് ലിസ്റ്റ് 4 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അത് ലിസ്റ്റ് ഫേസ് 4 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് കോളേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കോളേജാണ് ഓപ്ഷൻ വെച്ചിട്ടുള്ളത് ആ ഒരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ് ആ ഒരു കോളേജിൽ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു കോഴ്സിൽ വല്ല സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് മറ്റൊരു കോളേജ് വെറുതെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഇവിടെ ഒരു വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അതായത് ആ ഒരു കോഴ്സിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഈ ഒരു കോളേജിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് ഞാൻ മറ്റൊരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏത് കോഴ്സിലാണ് അപ്ലൈ ചെയ്തത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതുപോലെ റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും. അതായത് ഇവിടെ റാങ്ക് 1, അതുപോലെ തന്നെ നെയിം, അതുപോലെ തന്നെ നിങ്ങൾ എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അമൻ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അവിടെ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹോണേഴ്സ് സെൽഫ് ഫിനാൻസ് കോഴ്സാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അതായത് ഈ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു റാങ്ക് എന്ന് പറയുന്നത് 1 ഇനി നമുക്ക് എങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ അമൻ കോളേജിൽ BCA കോഴ്സാണ്, സെൽഫ് ഫിനാൻസ് കോഴ്സാണ്. അപ്പോൾ നമുക്ക് നേരത്തെയുള്ള ആ ഒരു ഹോം പേജിലേക്ക് പോകാം. അപ്പോൾ നേരത്തെയുള്ള ആ ഒരു ഹോം പേജിൽ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഹോം പേജിലേക്ക് പോകാം. അതിനുശേഷം ഇവിടെ കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രോഗ്രാംസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അഡ്മിഷനുള്ള അതായത് ആ ഒരു സാധ്യതയുള്ള കോഴ്സ് അത് നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന ഓപ്ഷനിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, അതുപോലെ തന്നെ ആ ഒരു കോളേജിൽ എത്ര വേക്കൻസിയാണ് ആ ഒരു കോഴ്സിനുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ഞാനിപ്പോൾ BCA കോഴ്സായിരുന്നു സെലക്ട് ചെയ്തത്, അതുപോലെ അമൻ കോളേജായിരുന്നു. അപ്പോൾ അവിടെ 1ാം റാങ്കിലാണ്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആ ഒരു ഹോണേഴ്സ് SF എന്നുള്ളിടത്തുള്ള ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കോളേജ് നോക്കുന്നു, അതായത് അമൻ കോളേജ് ഓഫ് സയൻസ്, അതായത് ഈ ഒരു കോഴ്സാണ്, അതായത് സയൻസ് ആൻഡ് ടെക്നോളജി, പായിപ്പാട്, കോട്ടയത്തുള്ളതാണ്. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് സെൽഫ് ഫിനാൻസിൽ ഈ ഒരു 13 സീറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി നാളെ രാവിലെ പോയിട്ട് ആ ഒരു കോളേജിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് പോയിട്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പരിശോധിക്കുക. നിങ്ങളുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഫേസ് 4 ക്ലിക്ക് ചെയ്യുക. ഏത് കോളേജിലാണ് നിങ്ങൾ ഓപ്ഷൻ വെച്ചത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് കോഴ്സാണ് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ വല്ല സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ നിങ്ങളുടെ ഓപ്ഷൻ നമ്പർ എത്രാമതാണ്, നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് പരിശോധിക്കുക. അതിനുശേഷം ആ ഒരു കോളേജിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് നോക്കുക. വേക്കൻസി എത്രയുണ്ട് എന്ന് നോക്കി നിങ്ങൾക്ക് അവിടെ ആ ഒരു റാങ്ക് ഇപ്പോൾ 1 ആണെങ്കിൽ അവിടെ വേക്കൻസി ഒരു 10 വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയാൽ അഡ്മിഷൻ കിട്ടും. അപ്പോൾ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള MG യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഈ ഒരു സെപ്റ്റംബർ 31 അവസാനിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.